അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ കാദു ലയസ്തഫിസൂനക മിനൽ അർളി ലിയുഖ്രിജൂക മിൻഹാ വഇദൽ ലാ യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല. സദഖല്ലാഹു മൗലാനൽ അദീം. അന്തൽ ഹബീബ് പ്രവാചകനെ പഠിക്കാം പകർത്താമെന്ന ആലിയ സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച മദ്ഹുൻ നബി പ്രഭാഷണ പരമ്പരയിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത്. ഹിജറ അതിജീവനത്തിൻ്റെ സാക്ഷ്യമെന്ന വളരെ ബൃഹത്തായ ഒരുപാട് വിശാലമായ ഒരു വിഷയത്തെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വിഷയം ഒരുപാട് വിശാലമായതുകൊണ്ട് തന്നെ ഹിജറയുടെ പ്രധാനപ്പെട്ട പ്രസക്തമേറിയ ഭാഗങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറ 53-ാമത്തെ വയസ്സിലാണ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 40-ാമത്തെ വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുകയും പിന്നീട് 13 വർഷക്കാലത്തോളം മക്കയിൽ പ്രബോധനം നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് മദീനയിലേക്കുള്ള പലായനം സംഭവിക്കുന്നത്. ഹജറ എന്ന പദത്തിൻ്റെ അർത്ഥം വെടിയുക, ഉപേക്ഷിക്കുക, നീങ്ങുക എന്നൊക്കെയാണ്. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നീങ്ങുന്നതിനെയൊക്കെയാണ് ഹിജറ എന്ന് പറയുക. യഥാർത്ഥത്തിൽ ഈ ഹിജറ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ മുൻകാല പ്രവാചകന്മാരുടെ ജീവിതത്തിലൊക്കെ ഈ ഹിജറ കടന്നു വരുന്ന രംഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിൽ നിന്ന് അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി. അതുപോലെ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൻ്റെ കിരാതനമായ പീഡനമുറകളിൽ നിന്ന് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ആ മൂസ നബിയിൽ വിശ്വസിച്ച ഒരു പറ്റം ആളുകളെയും അള്ളാഹു ആ ഭൂമിയിൽ നിന്ന് മറ്റൊരു ഭൂമിയിലേക്ക് അള്ളാഹു മാറ്റിപ്പാർപ്പിച്ചു. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ തുടങ്ങി ഒട്ടനേകം പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഹിജറയെ കണ്ടെത്താൻ സാധിക്കും. അതിനർത്ഥം ഇസ്ലാമിൽ ഈ ഹിജറക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ട് എന്നത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ഹിജറ എന്നുള്ളത് ഒരിക്കലും സത്യത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമോ അല്ലെങ്കിൽ ശത്രുക്കളുടെ പീഡനം ഭയന്നുകൊണ്ടുള്ള ഒരു പിന്തിരിയലോ ആയിരുന്നില്ല. ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണതയിലേക്കുള്ള പ്രയാണമായിട്ടാണ് നാം ഹിജറയെ വായിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഹിജറയെയും ആ ഒരു കണ്ണിലൂടെയാണ്, ആ ഒരു തരത്തിലാണ് നമ്മൾ സമീപിക്കേണ്ടത്. 13 വർഷക്കാലത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പ്രബോധനം നടത്തി. ആദ്യമൊക്കെ രഹസ്യ സ്വഭാവത്തിലായിരുന്ന ആ വിളംബരം പിന്നീടത് പരസ്യപ്പെടുത്തിയപ്പോൾ, പരസ്യമാക്കി മക്കയുടെ തെരുവോരങ്ങളിലൂടെ വിളംബരം ചെയ്തപ്പോൾ അന്ന് വരെ കൂടെ ഉണ്ടായിരുന്ന, അന്ന് വരെ കൂട്ടുകാരായിരുന്ന, അന്ന് വരെ ഉറ്റവരും മുടയവരുമായി കഴിഞ്ഞിരുന്ന ഒരു സമൂഹം മുഴുവനും പിന്തിരിഞ്ഞു. അതൊരിക്കലും അവർക്ക് സത്യത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടോ അവർക്ക് സത്യത്തെ അറിയാത്തത് കൊണ്ടോ ആയിരുന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണ്, ഇത് സാഹോദര്യത്തിൻ്റെ വർത്തമാനമാണ്, ഇത് സംയമനത്തിൻ്റെ പാതയാണ്, ഇത് കരുണയാണ്, ഇത് വിനയമാണ്, ഇത് സാഹോദര്യമാണ് എന്നൊക്കെ പൂർണ്ണമായ അർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് മനസ്സിലായെങ്കിലും ചില കുലമഹിമകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ തറവാടിത്തത്തിന് വേണ്ടി, അവരുടെ അഭിമാന പ്രശ്നങ്ങൾക്ക് വേണ്ടി സത്യത്തെ മനഃപൂർവ്വം കുഴിച്ചു മൂടാനാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ആദ്യത്തെ പടിയെന്നോണം അവർ ശാരീരികമായ പീഡനങ്ങളെയാണ് അഴിച്ചുവിട്ടത്. മുസ്ലിമീങ്ങളെ എവിടെ കണ്ടാലും ശാരീരികമായി മർദ്ദിക്കുക. നമുക്കൊക്കെ അറിയാം, ആ ഒരാശയത്തെ ആദ്യം വിഭാടനം ചെയ്യാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് ശാരീരികമായ പീഡനം. ഒരാശയം അത് സത്യമല്ലെങ്കിൽ ആദ്യത്തെ ആ പീഡനത്തിൽ തന്നെ ആ സത്യത്തെ ഇട്ടെറിഞ്ഞുകൊണ്ട് ഓടിപ്പോകും. എന്നാൽ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരന്മാരും ആ യാഥാർത്ഥ്യബോധത്തിൽ ആ സത്യത്തെ എത്ര വലിയ പീഡനങ്ങൾക്ക് മുമ്പിലും ശക്തിപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ പീഡനങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ തളർത്താനോ മുസ്ലിമീങ്ങളെ താഴ്ത്താനോ സാധിക്കില്ല എന്ന് വന്നപ്പോൾ പീഡനത്തിന് പകരം പിന്നെ അവർ പ്രയോഗിച്ചത് പ്രലോഭനത്തിൻ്റെ മാർഗമാണ്. പീഡനത്തിന് പകരം പ്രീണനം,
മക്കയിലെ പ്രമുഖരായ ഖുറൈശികളിൽ പ്രമുഖരായ ആളുകളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ ഈ ഒരു ആശയ വിളംബരത്തിൽ ചെറിയൊരു മാറ്റം വരുത്തണം. ഇത്രയും കണിശമായ രീതിയിൽ നിങ്ങളുടെ മതത്തെ പ്രചരിപ്പിക്കരുത്. എല്ലാവർക്കും സംയമനമായ ഒരു പാത താങ്കൾ സ്വീകരിക്കണം. എന്നാൽ ആർക്കും ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് സ്വൈരവിഹാരത്തോടുകൂടെ, നമുക്ക് ശാന്തിയോടുകൂടെ, സമാധാനത്തോടുകൂടെ ഈ നാട്ടിൽ ജീവിക്കാം. ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ താങ്കളുടെ ആ ഒരു ബഹുദൈവാരാധനയെ ഇത്രയും കണിശമായി താങ്കൾ വിമർശിക്കേണ്ട കാര്യമില്ല. അതിലൊന്ന് അയവ് വരുത്തണം. താങ്കളുടെ പ്രബോധന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തണമെന്ന് ഒരു പ്രലോഭനത്തിൻ്റെ സ്വരത്തിൽ വന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഖുറൈശികൾ മധുരത്തിൽ പൊതിഞ്ഞ ആ ഒരു വിഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത്. യഥാർത്ഥത്തിൽ ശാരീരികമായ പീഡനത്തെക്കാൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന പീഡനം മാനസികമായ ഈ സമ്മർദ്ദമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സൂറത്ത് ഇസ്രായിൽ ആ ഒരു സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂറത്ത് ഇസ്രായിൽ അള്ളാഹു പറയുന്നുണ്ട്, വഇൻ കാദു ലിയഫ്തിനൂനക അനില്ലദീ ഔഹൈനാ ഇലൈക ലിതഫ്തരി അലൈനാ ഗൈറ വഇദ ലത്തഖദൂക ഖലീല. നബിയെ, താങ്കളുടെ ഇടയിലേക്ക് അവർ വരികയാണ് ഫിത്തനകളെ കൊണ്ട്. ഈ വഹീനെ മറ്റൊരർത്ഥത്തിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് താങ്കളുടെ ഇടയിലേക്ക് ഒരു ഫിത്തനയുമായിട്ടാണ് അവർ വരുന്നത്. വഇദ ലത്തഖദൂക ഖലീല, നിങ്ങൾ ആ പ്രലോഭനത്തിൽ കീഴ്പ്പെടുകയാണെങ്കിൽ വഇദ ലത്തഖദൂക ഖലീല, നിങ്ങളെ അവർ ഉറ്റ കൂട്ടുകാരനാക്കി തിരഞ്ഞെടുക്കും. ഈ ഒരു പ്രലോഭനത്തിൻ്റെ സംസാരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പ്രലോഭനങ്ങളെ കൊണ്ടും കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. വിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ഇസ്രായിൽ പിന്നീട് വരുന്ന ആയത്ത് അതാണ് സൂചിപ്പിക്കുന്നത്. വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല. നബിയെ, താങ്കളെ എങ്ങാനും ഞാൻ ആ സത്യത്തിൻ്റെ മേലിൽ അടിയുറച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ സത്യത്തിൻ്റെ മേൽ സ്ഥായിയായി സ്ഥിരതയോടുകൂടെ ഞാൻ നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലഖദ് കിത്ത തെർക്കനയിലേഹിം ഷൈഅൻ ഖലീല, താങ്കൾ അവരിലേക്ക് ഒരല്പം ചാഞ്ഞു പോകുമായിരുന്നു. അതായത് ആ അവിശ്വാസികൾ നീട്ടിയ ആ പ്രലോഭനത്തിലേക്ക് താങ്കൾ ഒരല്പം ചാഞ്ഞു പോകുമായിരുന്നു. ഇത് പ്രവാചകനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഉണർത്തിയതാണ്. കാരണം പ്രവാചകൻ മനുഷ്യനാണ്, ബഷറാണ്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു മനുഷ്യനുണ്ടാകുന്ന വിചാര വേലിയേറ്റങ്ങളൊക്കെ സാധ്യമാകുന്ന രീതിയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈയൊരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും സാധിച്ചു. അങ്ങനെ പീഡനങ്ങളെ കൊണ്ടും പ്രലോഭനങ്ങളെ കൊണ്ടും മുസ്ലിമീങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്ന് വന്നപ്പോഴാണ് ഉന്മൂലനത്തിൻ്റെ മാർഗത്തിലേക്ക് അവർ മക്കയിലെ മുശ്രിക്കീങ്ങൾ നീങ്ങുന്നത്. ഉന്മൂലനം ചെയ്യുക, വധിച്ചു കളയുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിച്ചു കളയണം. അതിന് മക്കയിലെ മുശ്രിക്കീങ്ങൾ യോഗം ചേർന്നുകൊണ്ട് അവരുടെ പ്രബലമായ ഗോത്രങ്ങളിൽ നിന്ന് ആളുകളെ ഏൽപ്പിച്ചു. കൂട്ടുത്തരവാദിത്വത്തോടെ, ഒരാൾ കൊല്ലേണ്ട, കൂട്ടുത്തരവാദിത്വത്തോടുകൂടെ പ്രവാചകനെ വധിക്കണം. ആ ഒരാശയത്തിലേക്കാണ് അവസാനം അവർ ചെന്നെത്തുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് ഹിജ്റ സംഭവിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ പലായനം ചെയ്യുന്നത്. യസ്രിബ് എന്ന് പറയുന്ന കാർഷിക ഭൂമി, പൈതൃകമായ ആ ഗ്രാമത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മദീന എന്ന ഒരു സിവിലൈസേഷനിലേക്ക്, ഒരു നാഗരികതയിലേക്ക് ഇസ്ലാമിനെ പരിവർത്തിപ്പിച്ച ആ പ്രയാണത്തിൻ്റെ പേരാണ് ഹിജ്റ. ഹിജ്റയെ നമ്മൾ അങ്ങനെയാണ് വായിക്കപ്പെടേണ്ടത്. ഹിജ്റ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതുതന്നെയാണ്. സത്യത്തെ കലർപ്പില്ലാത്ത രീതിയിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, സത്യത്തെ കലർപ്പില്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മുടെ വർത്തമാനകാല സാഹചര്യത്തിൽ വായിക്കപ്പെടേണ്ട വലിയ അധ്യായം കൂടിയാണ് ഹിജ്റ. കാരണം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ, ഇന്ന് നമ്മുടെ കമ്പോളങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇസ്ലാമിൻ്റെ തെറ്റായ രീതിയാണ്. ആശയങ്ങളിൽ വെള്ളം ചേർക്കുക, തൗഹീദിൽ വെള്ളം ചേർക്കുക, അത് ഒരു വിശാലമായ അർത്ഥത്തിൽ സംസാരിച്ചുകൊണ്ട് ആളുകളെ പ്രലോഭന രൂപത്തിൽ ഇതിലേക്ക് ആകർഷിപ്പിക്കുക. ഈ ഒരു സംസാര രീതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഖുറൈശികൾ, മുശ്രിക്കീങ്ങൾ വെച്ച് നീട്ടിയത്.
അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും ഈ ഒരു വർത്തമാനകാല സാഹചര്യത്തിലും നമ്മൾ ഈ ആശയത്തെയാണ്, നമ്മൾ ഈ സത്യത്തിൻ്റെ സാരാംശത്തെയാണ് പിന്തുടരേണ്ടത്. അത് തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കേണ്ടത്. അതിൻ്റെ പ്രചാരകരാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. അള്ളാഹു സത്യത്തെ ഉൾക്കൊള്ളാനും ആ സത്യത്തിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കാനും അത് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.